അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് ജാമ്യം കിട്ടും എന്നുറപ്പായപ്പോഴത്തേക്ക് റിനി പുതിയൊരു ഉടായ്പുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു ദിവസം മുമ്പേ റിനിയുടെ ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയുണ്ടായി, ഫേസ്ബുക്കിനകത്ത് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ്. അതിന് ഫെനി നയന നല്ല രീതിയിലുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. റിനിയുടെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ടാണ് അതിനകത്ത് ഫെനി നയനാൻ്റെ ഒരു പോസ്റ്റ്, റിനിയുടെ പോസ്റ്റിന് ശേഷം ഫെനി നയനാൻ ഇട്ടിട്ടുള്ളൊരു പോസ്റ്റിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞിട്ടുള്ള റിനി ആദ്യം ഇട്ട പോസ്റ്റിനകത്ത് റിനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാതിക്കാരികളുമായിട്ട് യാതൊരു ബന്ധവും റിനിക്കില്ല എന്നാണ് റിനി പറയുന്നത്. പക്ഷേ അത് പൊളിച്ചടുക്കിക്കൊണ്ട് ഫെനി നയനാൻ ഇട്ട പോസ്റ്റിനകത്ത് ഫെനി നയനാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മൂന്നാമത് വന്നിട്ടുള്ള പരാതിക്കാരിയെയും ഈ റിനിക്ക് അറിയാമെന്ന്. ആ ഫെനി നയനാൻ്റെ ചാറ്റിനകത്ത്, ഫെനി നയനാൻ്റെ പോസ്റ്റിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ മൂന്നാമത് വന്നിട്ടുള്ള പരാതിക്കാരി ഈ പറഞ്ഞിട്ടുള്ള റിനിയുമായിട്ട് ബന്ധമുണ്ട്, റിനിയെ അറിയാമെന്ന് ഫെനി നയനാനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോകും തോറും ഇതിൻ്റെ പുറവിലുള്ള സത്യങ്ങളും ഇതിൻ്റെ പുറവിൽ കളിക്കുന്ന വ്യക്തികൾ ആരാന്നൊക്കെ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് അല്ലേ. അത് എനിക്കിപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക്, പോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് അവന്തിക 24 ന്യൂസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിപ്പോഴും അത് ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. പറഞ്ഞൊരു കാര്യമുണ്ട് 24 ന്യൂസിനോട്. അവന്തികയെ വിളിച്ചപ്പോഴത്തേക്ക് ഹാഷ്മിയുടെ ഒരു ഇതിനകത്താന്ന് തോന്നുന്നു. അപ്പോൾ ഹാഷ്മിയോട് അവന്തിക പറയുന്നൊരു കാര്യമുണ്ട്, അന്ന് ഈ ഒരു റിപ്പോർട്ടർ ചാനലുകാരൻ വിളിച്ച സമയത്ത് അത് അവന്തികയോട് സംസാരിച്ചത് റിപ്പോർട്ടർ ചാനൽ മാത്രമായിരുന്നില്ല, റിപ്പോർട്ടർ ചാനലിലെ വ്യക്തി മാത്രമായിരുന്നില്ല, ഒരു റിപ്പോർട്ടർ മാത്രമായിരുന്നു. റിപ്പോർട്ടർ TV റിപ്പോർട്ടർ ചാനലിൻ്റെ കാര്യമല്ല, അത് ഏത് ചാനലാണെന്നൊക്കെ നമുക്ക് അന്ന് അറിയാമായിരുന്നു. അതിനകത്തെല്ലാം നമ്മൾ കണ്ടാണ്. ന്യൂസ് 18 എന്ന് പറഞ്ഞൊരു ചാനലിലൊരു റിപ്പോർട്ടർ ആയിരുന്നു വിളിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടറിൻ്റെ കൂടെ 2-3 വ്യക്തി കോൺഫറൻസ് കോളായിരുന്നു, 2-3 വ്യക്തികൾ കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കരാർ ഉറപ്പിക്കണമല്ലോ, ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഡീൽ ഉറപ്പിച്ചു, അവിടെ ഒരു എമൗണ്ടും ഫിക്സ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ലൊരു പൈസ എറിഞ്ഞ് ഒരു ഡീൽ ഉറപ്പിച്ച് കള്ളക്കേസിൽ കൊടുക്കുന്ന പരിപാടികളാണ്. അപ്പം ഇതിൻ്റെ മെയിൻ മുഖ്യധാരയിലുള്ള 1-2 വ്യക്തികൾ കൂടെ, അപ്പം 2-3 വ്യക്തി എന്ന് പറയുമ്പോൾ 2 വ്യക്തി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ എനിക്ക് ഓർമ്മ വന്ന 2 വ്യക്തികളുണ്ട്. ഒന്ന് ഞാൻ പറയാം, ഒന്ന് റിനി. പിന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം റിനി ആവാനായിരിക്കും ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വ്യക്തി. അപ്പം ഞാനിതിൻ്റെ കൂടെ അതൊന്ന് പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് ആ 2 വ്യക്തികൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് സംശയമുള്ള ആരാണെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന്, ആരെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അത് എനിക്ക് തോന്നുന്നൊരു 2 മാസം ഈ അവന്തികയുടെ ഈ പ്രശ്നം വന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന സാധനമാണ്. ഇനി ആർക്കെങ്കിലും അത് തെളിവ് വേണമെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലൊക്കെ കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വരാം, അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം. ആരെങ്കിലും അത് അവന്തിക പറഞ്ഞതായിട്ടുള്ള തെളിവ് കാണണമെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. കാണാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ആ വീഡിയോയും അടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്താം. ഓക്കെ. ഇനി രാഹുലിന് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പായപ്പോഴത്തേക്ക് റിനി പുതിയൊരു അടവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് ഞാനിവിടെ വായിക്കാം. ഇതൊക്കെ സത്യമെന്ന് ഞാൻ എൻ്റെ പല വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സത്യം എത്ര കുഴിച്ചു മൂടിയിട്ടാലും അത് വെളിയിൽ വന്നുകൊണ്ടിരിക്കും. അതിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ ആരൊക്കെയാണോ അവരൊക്കെ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. അത് വേറെ കാര്യം. അതുപോലെ രാഹുൽ മാങ്കൂട്ടം ശക്തനായിട്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഒരു 1000 ലൈക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം 1000 ലൈക്ക് കുറവാണ്. ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ട്. രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയത്തിലേക്ക് ശക്തനായിട്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കേസിൽ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട്. കാരണം ഈ ഒരു വ്യക്തി നിരപരാധിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയത്തെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടി കൊണ്ടിട്ട കളികളാണ്. ഇനി ഇവിടെ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കേസിനകത്ത് ഉഭയകക്ഷി പ്രകാരം ഇനി മറ്റുള്ള സ്ത്രീകളുമായിട്ട് പരസ്പര ബന്ധം നടന്നിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ, ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കോണം, ഒരു പോക്സോ കേസ് കൊണ്ടിട്ട് മറ്റുള്ളതെല്ലാം ഉഭയകക്ഷി പ്രകാരമാണ് നടന്നെന്നിരിക്കട്ടെ, അങ്ങനെ രാഹുൽ ചെയ്തെന്നിരിക്കട്ടെ. പക്ഷേ ഒരു 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ, ഒരു കൊച്ചു കുഞ്ഞിനെ രാഹുൽ ഇതുപോലെ പീഡിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രാഹുൽ എന്നൊരു വ്യക്തി അത്രയ്ക്കും ക്രൂരനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
അപ്പം ഇത് രാഹുലിനെ മനഃപൂർവ്വം പൂട്ടാൻ വേണ്ടി ചെയ്ത നാറിയ കളികളാണെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ? അപ്പോൾ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം ഉറപ്പായിട്ടും നിങ്ങൾ പിന്തുണയ്ക്കുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള വിഷയത്തിൽ ഇനിയും ഒരുപാട് നമുക്ക് സംസാരിക്കാനുണ്ട്. രാഹുലിന് നീതി കിട്ടുന്നത് വരെ രാഹുലിനെ പിന്തുണയ്ക്കുക. അതാണ് എൻ്റെ ഉദ്ദേശം. കാരണം രാഹുൽ എന്നൊരു ഒരു രാഷ്ട്രീയ നേതാവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത്രയ്ക്കും, കാരണം ഇത് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരുപാട് ആളുകൾക്ക് വൈരാഗ്യമുണ്ട്. ഇവൻ പോലീസുകാർക്ക് ഉൾപ്പെടെ രാഹുലിൻ്റെ ഓരോ സമരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഞാനിവിടെ പോസ്റ്റ് വായിക്കാം. റിനി ഇട്ടേക്കുന്ന പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരുടെയെങ്കിലും പേര് പറയുകയോ ആർക്കെങ്കിലും എതിരെ പരാതിപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുമുള്ള ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. എൻ്റെ രാഷ്ട്രീയം സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ്. ഏത് കേസാണെങ്കിലും സ്ത്രീ സത്യസന്ധമായി നൽകിയിരിക്കുന്ന പരാതിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ സ്ത്രീക്കൊപ്പം നിൽക്കുക എന്നത് തന്നെയാണ് എന്നത്തെയും എൻ്റെ നിലപാട്. ഇത്രയും സ്ത്രീപക്ഷ നിലപാട് രാജകുമാരിയുടെ 12:00-ക്കും 1 മണിക്കുമുള്ള ടെലിഗ്രാം സീക്രട്ട് ചാറ്റിനെ കുറിച്ച് വെളിപ്പെടുത്തിയ സീനാദേവി കുഞ്ഞമ്മ പറയുന്നതല്ല നമ്മൾ കണ്ടയാണല്ലേ. എന്തുകൊണ്ട് അതിനെതിരെ പിന്നെ പ്രതികരിച്ചില്ല? ഇത്രയും ദിവസമായിട്ട് സീനാദേവി കുഞ്ഞമ്മ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോഴത്തേക്ക് എന്തുകൊണ്ട് അതിനെ പറ്റിയിട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല? ഇനി ഞാൻ ഇതിനെതിരെ ഫെനി ഇട്ട ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. ഞാൻ പോസ്റ്റുകളെല്ലാം ആദ്യം വായിക്കാം, എന്നിട്ട് സംസാരിക്കാം. അപ്പോൾ ഇതിനെതിരെ നല്ല രീതിയിൽ ചുട്ട മറുപടി കൊടുത്ത ഫെനിയുടെ പോസ്റ്റ് ഞാനിവിടെ വായിക്കാം. റിനി ആൻഡ് ജോർജിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് വായിക്കുകയായിരുന്നു. റിനിക്കെതിരെ വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തലത്തിലാണ് റിനി ആ പോസ്റ്റ് ഇട്ടത്. എനിക്കൊന്നും അറിയില്ല, ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു പോസ്റ്റ്, അതിൽ വന്ന ഒരു കമൻറ്റിന് റിനി മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഞാനൊരു പരാതിക്കാരിയെയും അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. രാഹുൽ MLAക്കെതിരെ ഇപ്പോൾ വന്ന മൂന്നാമത്തെ പരാതിക്കാരിയെ റിനി ആൻഡ് ജോർജ് 2025 ഓഗസ്റ്റിൽ തന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് മൂന്നാമത്തെ പരാതിക്കാരി എന്നോട് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട്. കേട്ടല്ലോ, ഫെനിയോട് മൂന്നാമത്തെ പരാതിക്കാരിയായിട്ടുള്ള ആ വ്യക്തി ഫെനിയോട് റിനിയെ അറിയാമെന്നും അങ്ങോട്ട് ചാറ്റിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന് മൂന്നാമത്തെ പരാതിക്കാരി ഫെനിയോട് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിനി ആൻഡ് ജോർജ് 2025 ഓഗസ്റ്റിൽ മൂന്നാമത്തെ പരാതിക്കാരിയെ അങ്ങോട്ട് ചാറ്റ് ചെയ്ത് കോണ്ടാക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്തിന് കോണ്ടാക്റ്റ് ചെയ്തു? രാഹുലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്, രാഹുലിനെ പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിക്കാണ് അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്തിരിക്കുന്നത്. വമ്പൻ തുകകൾ ഓഫർ ചെയ്യാനും ഡീലൊന്ന് ഉറപ്പിക്കാനും. കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. 2026 ജനുവരിയിൽ പരാതി കൊടുത്ത ആളെ 2025 ഓഗസ്റ്റിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന് റിനിക്ക് നിഷേധിക്കാനാവില്ല. നിഷേധിച്ചാൽ ബാക്കി പിന്നീട് ഫെനി പുറത്തുവിടുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് ഇതെല്ലാം. ഇതേ കക്ഷി സമ്മതപ്രകാരം നടന്ന ബന്ധത്തെ ബലാത്സംഗമാക്കി മാറ്റിയതിൽ നടന്ന ഗൂഢാലോചനകൾ ഓരോന്നായി പുറത്ത് വന്നില്ലെങ്കിൽ വിടുമെന്നാണ് ഫെനി പറയുന്നത്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ വേണ്ടി കളിച്ചത് ആരൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ട്. റിനി ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതും മുഖം മൂടിയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അഭിനയമാണ്. എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരും, അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരും. ഭൂമിയുടെ നിയമമാണത്. ഫെനിയുടെ പോസ്റ്റാണ്. ഫെനി ഇട്ട പോസ്റ്റിന് റിനി പിന്നൊരു മറുപടി പോസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതും കൂടെ ഞാൻ വായിക്കാം. ഇന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെനി ഇട്ടേക്കുന്നത് റിനിയുടെ ഫോട്ടോയും വെച്ചിട്ടാണ് ആ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. അതാണ് നട്ടല്ലെന്ന് പറയുന്ന ഒരു സാധനം. അതാണ്, അങ്ങനെ വേണം പ്രതികരിക്കണം. സത്യം എവിടെയാണെങ്കിലും നട്ടലോട് കൂടി നിന്ന് സത്യത്തിനൊപ്പം നിന്ന് സംസാരിക്കാൻ പഠിക്കണം. ഈ ഫെനിയെ പോലുള്ള ആളുകളായിരിക്കട്ടെ, ഈ സീനാദേവി കുഞ്ഞമ്മയെ പോലത്തുള്ള ആളുകളായിക്കട്ടെ. ഇന്ന് എൻ്റെ ഫോട്ടോയും പേരും ഇപ്പോൾ റിനി ഇട്ടേക്കുന്ന മറുപടിയാണ് അതിനെതിരെ. ഇന്ന് എൻ്റെ ഫോട്ടോയും പേരും ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം എനിക്ക് മൂന്നാമത്തെ പരാതിക്കാരിയുമായിട്ട് വ്യക്തിപരമായിട്ടൊരു പരിചയവുമില്ല. വ്യക്തിപരമായിട്ട് ബന്ധം കാണണമെന്നില്ലല്ലോ. ഒരാളെ കൊടുക്കണമെങ്കിൽ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് കൊടുക്കാവുന്നില്ലേ ഉള്ളൂ. വ്യക്തിപരമായിട്ടുള്ള ബന്ധം ഇതിനകത്ത് ആർക്കും വേണമെന്നില്ല.
വ്യക്തിപരമായിട്ട് ഒരു പരിചയവുമില്ല. ഇന്ന് ഈ നിമിഷം വരെയും അവരുമായി ഞാൻ സംസാരിക്കുകയോ സന്ദേശങ്ങൾ അയക്കുകയോ മറ്റൊരു വിധത്തിലും കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആരെങ്കിലും അവരുടെ വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ എൻ്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിൽ എനിക്ക് വ്യക്തതയില്ല. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ ഉത്തരവാദിത്വമില്ല. ഇതില്ലേ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ അറ്റവും വാലും എടുത്തിട്ട് സംസാരിച്ച് ജനങ്ങളെ പൊട്ടന്മാരാക്കണമല്ലോ. ഫെനി എന്താണ് ആ പോസ്റ്റിൽ പറഞ്ഞേക്കുന്നത്? ഫെനി പറഞ്ഞേക്കുന്നത് 2025 ഓഗസ്റ്റിൽ ഈ പറഞ്ഞിട്ടുള്ള റിനി മൂന്നാമത്തെ പരാതിക്കാരിയെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു, മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ മൂന്നാമത്തെ പരാതിക്കാരിയാണ് 2026 രാഹുലിനെതിരെ പരാതിയുമായിട്ട് വരുന്നതെന്നാണ് ഇവിടെ ഫെനി പറയുന്നത്. അപ്പം ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു മറുപടി ആയിപ്പോയി. വളരെ വളച്ചൊടിക്കുമെന്നൊക്കെ പറയുമല്ലോ. ഫെനി എന്താണ് അവിടെ പറഞ്ഞേക്കുന്ന ആ പോസ്റ്റിനകത്ത്, ഇവിടെ റിനി എന്താണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം ഇത് വീടിനടുത്ത് കിടന്ന് ഉരുളുവാണെന്ന്. എത്ര ഉരുണ്ടിട്ട് കാര്യമില്ല, സത്യം എന്ന് പറഞ്ഞൊരു സാധനം അത് പുറത്ത് വരിക തന്നെ ചെയ്യും. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ശ്രീനാദേവി കുഞ്ഞമ്മ റിനിയുടെ 12ക്കും 1 മണിക്കുമുള്ള ഈ ഒരു സീക്രട്ട് ചാറ്റിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം റിനി ഒരു ഇൻ്റർവ്യൂവിലും ഒരിടത്തും പിന്നെ രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നതായിട്ടോ ഞാൻ കണ്ടതേയില്ല. അതുവരെ അവിടെ ഇവിടെ എല്ലാം പോയിരുന്നിട്ട് ചാനലുകളെല്ലാം പോയിരുന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിനിയാണ് കണ്ടത്. ഈ സീനാദേവി കുഞ്ഞമ്മ എന്ന് റിനിയുടെ ഈ കള്ളത്തരം പൊളിച്ചടിക്കുകയോ 12ക്കും 1 മണിക്കുമുള്ള സീക്രട്ട് ചാറ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കാനെ കൊണ്ട് അങ്ങോട്ട് മെസ്സേജ് ഇട്ട് വിളിച്ച റിനിയുടെ കള്ളത്തരം എന്ന് പൊളിച്ചടിക്കുകയോ അതിനുശേഷം പിന്നെ റിനിയുടെ ഒരു പ്രതികരണവും നമ്മൾ കണ്ടിട്ടേയില്ല. പിന്നെ വേറൊരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊന്ന് കേട്ട് കഴിഞ്ഞാൽ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്ന കുറേ ആളുകൾ, മാധ്യമങ്ങൾ ഉൾപ്പെടെ, സീനാദേവി കുഞ്ഞമ്മ ഇത്രയും വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ട് പോലും അവരെ ഒരു ചാനലിലോ ഒരു ഇൻ്റർവ്യൂവിലോ ഒരിടത്തും ഇതിനെ പറ്റിയിട്ട് ആരും വിളിച്ച് ചോദിക്കുന്നതായിട്ടോ പത്രസമ്മേളനം നടത്തി ചോദിക്കുന്നതായിട്ടോ ഒരിടത്തും നമ്മൾ കണ്ടിട്ടേയില്ല. അല്ലേ? എന്തുകൊണ്ട്? നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. രാഹുലിനെതിരെ ഒരു കേസ് ഇപ്പം വരുവാന്നിരിക്കട്ടെ, രാഹുലിനെതിരെ 4ാമത്തെ പരാതിക്കാരി വരുന്നു എന്ന് കേൾക്കട്ടെ, അപ്പോൾ ഇറങ്ങിക്കോളും എല്ലാം കൂടെ ക്യാമറയും ചപ്പും ചവറും എടുത്തുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ രാഹുലിനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി രാഹുലിനോട് ഒരുപാട് ആൾക്കാർക്ക് വ്യക്തിപരമായിട്ട്, രാഹുലിന് അങ്ങോട്ട് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും ഇല്ലെങ്കിലും പുള്ളി രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അത് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അതിനകത്ത് വ്യക്തിപരമായിട്ടുള്ള ഇതൊന്നും പുള്ളി ഒരു കാര്യത്തിലും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ രാഹുലിനോട് വ്യക്തിപരമായിട്ട് ദേഷ്യമുള്ള ഒരുപാട് ആളുകൾ, അത് സ്വന്തം പാർട്ടിയിലുള്ള ആളുകളുണ്ട്, മറ്റുള്ള പാർട്ടിയിലുള്ള ആളുകളുണ്ട്, എല്ലാ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് രാഹുലിനോട് നല്ല രീതിയിലുള്ള ദേഷ്യമുണ്ടായിരുന്നു. കാരണം ആ രീതിയിലുള്ള പ്രകടനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം കാഴ്ച വെച്ചത്. അല്ലേ? സത്യത്തിനൊപ്പം നിന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയുടെ രാഷ്ട്രീയത്തെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഉറപ്പായിട്ട് രാഹുൽ മാങ്കൂട്ടം ശക്തനായിട്ട് തിരിച്ചു വരുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടം തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യുക.